പെൺകുട്ടി കമ്പനിയിലെ ബോസിനെ കണ്ട് അതിശയിച്ചു പോയി. കാരണം അയാൾ അവളുടെ ഭർത്താവായിരുന്നു. അയാൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. പക്ഷെ അവൾ മാത്രം അതൊന്നും മൈൻഡ് ചെയ്യാതെ കാക്ടസിന് വെള്ളം ഒഴിക്കുമായിരുന്നു. ബോസ് അവളെ നോക്കുന്നത് കണ്ട് മാനേജറിന് തോന്നി അവളുടെ സ്വഭാവത്തിൽ ദേഷ്യം വന്നാണ് ബോസ് അവളെ നോക്കുന്നതെന്ന്. ആ സമയം ഒരു സഹപ്രവർത്തക ബോസിന്റെ ശ്രദ്ധ നേടാനായി അയാളുടെ കൈ പിടിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ പെരുമാറാനായി തുടങ്ങി. പക്ഷേ ബോസ് ഉടനെ കൈ തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പോൾ അവളുടെ സുഹൃത്ത് പറഞ്ഞു, ബോസിന്റെ ഭാര്യ ആ പോയ സഹപ്രവർത്തകയാണെന്ന് റൂമേഴ്സ് ഉണ്ടെന്ന്. പിന്നീട് മീറ്റിംഗിന്റെ സമയത്ത് ആ സഹപ്രവർത്തക ഡിസൈൻസ് അവതരിപ്പിക്കാനായി തുടങ്ങി. മാനേജർ അവൾ ബോസിന്റെ ഭാര്യയാണെന്ന് കരുതി എല്ലാവരോടും കൈയടിക്കാനായി ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ മാത്രം കൈയടിച്ചില്ല. ഇത് കണ്ട് ആ സ്ത്രീ ചോദിച്ചു, നീ എന്താണ് കൈയടിക്കാത്തതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്റെ ഡിസൈൻസ് ആണ് മോഷ്ടിച്ചത്, പിന്നെ ഞാൻ എന്തിനു കൈയടിക്കണമെന്ന്. എന്നിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി ആ ഡിസൈൻസ് വലുതാക്കി അതിൽ അവളുടെ ഒപ്പ് കാണിച്ചു കൊടുത്തു. എല്ലാവരും ഇത് കണ്ട് അമ്പരന്നു പോയി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ബോസിന്റെ ഭാര്യയാണ്. ഈ പെൺകുട്ടിയുടെ ഡിസൈൻസ് ഉപയോഗിച്ചത് അവളെ ആദരിക്കാൻ വേണ്ടിയാണെന്ന്. പിന്നീട് അവൾ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ദേഷ്യം വന്ന അവൾ ആ സ്ത്രീയുടെ മുടിയിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തല്ലി. അന്നേരം ബോസ് അവിടേക്ക് വന്നു. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു, ഈ പെൺകുട്ടി സഹപ്രവർത്തകയെ തല്ലി, അതിനാൽ അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് അവൾ ഉടനെ മാനേജറിന്റെയും സഹപ്രവർത്തകയുടെയും അഴിമതികൾ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തി. ഇത് കേട്ട ബോസ് ആ മാനേജറിനെ പിരിച്ചുവിടാനായി ഉത്തരവിട്ടു. അപ്പോൾ മാനേജർ ആ സ്ത്രീയോട് പറഞ്ഞു, നീയല്ലേ ബോസിന്റെ ഭാര്യ, അതിനാൽ എന്നെ സഹായിച്ചൂടെ എന്ന്. അപ്പോൾ അവൾ ബോസിനോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ഭാര്യ എന്ന്.